ഹലോ ഫ്രണ്ട്സ്, SSC CGL 2025 Tier 1 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി Tier 2 എക്സാം നമുക്ക് ഡിസംബറിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നൊരു സംശയമാണ്, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ നമ്മൾ Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. വർക്കിംഗ് അല്ലാത്ത ആൾക്കാർക്ക്, അതായത് ഒരു ദിവസം ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ലെവലിൽ പ്രിപ്പറേഷൻ വേണം എന്നുള്ളൊരു സ്ട്രാറ്റജി വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അല്ല, വർക്കിംഗ് ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മണിക്കൂറോളം മാത്രമേ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ചിലർക്ക് അതിൽ കൂടുതൽ പറ്റുന്ന ആൾക്കാരുണ്ടാവും. എന്നൊരു ജനറലി പറയുകയാണെങ്കിൽ 6 മണിക്കൂറോളാണ് നിങ്ങൾക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. ആ 6 മണിക്കൂർ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം, 6 മണിക്കൂർ നിങ്ങൾക്ക് ഏത് രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ SSC CGL 2025 Tier 2 എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു മാൻഡേറ്ററി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്കിംഗ് ആസ്പിരൻസിനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഡെയിലി ഒരു 6 മണിക്കൂർ ഈ രീതിയിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. QAയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പലരെയും ഒരു ധാരണ ഉണ്ട്. എനിക്കും അത്യാവശ്യം നന്നായിട്ട് QA ഉണ്ട്, അപ്പം ഞാനത് കുറച്ച് സ്കിപ്പ് ചെയ്താലും, അതധികം ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് എനിക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയുണ്ട്. പക്ഷേ അത് തെറ്റാണ്. നിങ്ങളൊരു 3 മാസം കൂടി ഇനി Tier 2 ഉണ്ട്. ആ സമയത്തേക്ക് നിങ്ങൾ QA പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ, QAക്ക് ടോപ്പിക് വൈസായിട്ട് നിങ്ങൾ ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ ഇന്ന് വിട്ടുപോകും. അപ്പം തോന്നുന്നു നിങ്ങൾക്ക് ഡെയിലി ഞാൻ സെക്ഷൻ വൈസ് എടുത്താൽ പോരെ. സെക്ഷൻ വൈസിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തില്ല. അപ്പം ടോപ്പിക് വൈസായിട്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുപോകണം. അപ്പം QAയുടെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് ഡെയിലി എടുക്കുക. അത് നിങ്ങൾ 30 മിനിറ്റ് ചിലവാക്കുക. ഒരു സെക്ഷൻ 1 മോക്കും അതിൻ്റെ അനാലിസിസും മാൻഡേറ്ററിയാണ്. ഇതിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. സോ സെക്ഷൻ 1ൻ്റെ ഒരു മോക്കും അനാലിസിസും 1.5 മണിക്കൂറോളം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ PQRS ക്ലോസ് ടെസ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് അത് ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യനോളം Tier 2 വരുന്നതാണ്. 45 മാർക്കോളം അതിൻ്റെ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അരമണിക്കൂർ ടെസ്റ്റും ഒരു 15 മിനിറ്റ് അതിൻ്റെ അനാലിസിസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കമ്പ്യൂട്ടർ അവയർനെസ് ഡെഫിനറ്റ്ലി 1 മണിക്കൂറോളം പഠിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ പരിമിതി അനുസരിച്ച് നിങ്ങളൊരു 30 മിനിറ്റ് പഠിക്കുക. പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ടൈമിൽ ബാക്കിയുള്ള കമ്പ്യൂട്ടർ അവയർനെസ്സിൻ്റെ പോർഷൻസ് കൂടി നിങ്ങൾ കവർ ചെയ്യാം. GK നിങ്ങൾക്ക് 2 hours ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 2 hours നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. GKക്ക് മാത്രമായിട്ട്, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ GKക്ക് മാത്രമായിട്ട് കൊടുക്കരുത്. വൊക്കാബിന് ഒരു 45 മിനിറ്റ്സ് കൊടുക്കണം. ഓൾറെഡി ഉള്ള വൊക്കാബ് ബിൽഡ് ചെയ്താൽ മതി. ഓൾറെഡി ഉള്ള വൊക്കാബ് പ്രോപ്പർലി റിവൈസ് ചെയ്യുക, അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. എക്സ്ട്രാ ആയിട്ട് നോക്കുന്നതിന് പകരം ഉള്ളത് കയ്യിൽ നിന്ന് പോകാതിരിക്കുക. GKയുടെ ക്വിസിന് നിങ്ങൾ 15 മിനിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പത്തെ സ്ട്രാറ്റജി നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂറിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂറിൻ്റെ ക്വിസും ഉണ്ട്. ആ 1 മണിക്കൂറിൻ്റെ ക്വിസിൽ നിങ്ങൾ തൽക്കാലം 15 മിനിറ്റിൻ്റെ GK ക്വിസ് മാത്രം ഫോളോ ചെയ്യാം. ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. QAയുടെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് ഡെയിലി നിങ്ങൾ വർക്കിംഗ് ആസ്പിരൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ആപ്പാണുള്ളത്, അല്ലെങ്കിൽ പ്രത്യേകം ഒരു ക്ലാസ് റൂമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ടോപ്പിക് വൈസ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പർ ഇൻ്റർവെല്ലിൽ 6-7 ദിവസം കൂടുമ്പം, അല്ലെങ്കിൽ 8-10 ദിവസം കൂടുമ്പോൾ, 6-7 ദിവസത്തിൽ ചിലപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും 8-10 ദിവസത്തിൽ അത് റിവിഷൻ വന്നുകൊണ്ടിരിക്കും. കാരണം ആ റിവിഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി റിവിഷൻ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി സാറ്റർഡേ സൺഡേ എക്സ്ട്രാ ടോപ്പിക്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് റിവിഷനൊക്കെ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ വരുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 മോക്കും ആപ്പ് കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 1 മോക്കും അതിൻ്റെ അനാലിസിസ് കൂടി നിങ്ങൾക്ക് ആപ്പ് കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. PQRS ക്ലോസ് ടെസ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷനും നമ്മൾ ആപ്പിൽ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എടുക്കാൻ 30 മിനിറ്റ് എടുക്കാം, ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ചെയ്യാം. 15 മിനിറ്റ് അതിൻ്റെ അനാലിസിസ് ആകുമ്പോൾ 45 മിനിറ്റ് കൊണ്ട് അത് കവർ ചെയ്യും. കമ്പ്യൂട്ടർ അവയർനെസ്സിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽസിൻ്റെ ക്വിസ് നമ്മൾ സൺഡേകളിൽ തരുന്നുണ്ട്. അപ്പോൾ സൺഡേകൾ നിങ്ങൾക്ക് സാറ്റർഡേ ലീവ് ആണെങ്കിൽ സാറ്റർഡേയും ബാക്കിയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂറും വെച്ചിട്ട് ഓൾമോസ്റ്റ് 500 ക്വസ്റ്റ്യനോളം വരും. 500 ക്വസ്റ്റ്യൻ പ്രോപ്പർലി മൊത്തം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും സാറ്റർഡേ സൺഡേ വെച്ചിട്ട് ബാക്കി സാധനങ്ങളും കൂടി നിങ്ങൾ അത് കവർ ചെയ്യുക. ആ ക്വിസ് നിങ്ങൾക്ക് സൺഡേ ആണ് വരിക. അപ്പോൾ സൺഡേ വരുന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ഫുൾ ഡേ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അതുകൂടി നിങ്ങൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ പ്രോപ്പർലി കവർ ചെയ്യാം. GKക്ക് നിങ്ങൾ 2 hours കൊടുക്കുക. ആ 2 hours നിങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തരുന്ന മെറ്റീരിയൽ മാത്രം മതിയാവും. ആ മെറ്റീരിയൽ പ്രോപ്പർലി റിവൈസ് ചെയ്യാം. ആ പ്രോപ്പർലി റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ GK മെറ്റീരിയൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് 2 hours മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പം ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 4 hours കിട്ടും. അപ്പോൾ അവർ 2 hours വേണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ നോക്കാൻ പറ്റും, നിങ്ങൾക്കത് പറ്റില്ല.
വൊക്കാബ് ഞാൻ ഓൾറെഡി പറഞ്ഞു 45 മിനിറ്റ്സ് നിങ്ങൾ പെർഫെക്റ്റ് ആക്കണം. ജികെൻ്റെ ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് സാറ്റർഡേസ് ആൻഡ് സൺഡേസിൽ നിങ്ങൾക്ക് വരുന്ന അഡീഷൻസ് ആണ്, ഇതിൻ്റെ പുറമേയുള്ള സാധനങ്ങളാണ്. സാറ്റർഡേസ് ആൻഡ് സൺഡേസിൽ നിങ്ങൾക്ക് സെക്ഷൻ 1ൻ്റെ ടെസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ അത് 1.5 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ലാഭം കിട്ടും. അതിന് പരമായിട്ട് ഒരു ഫുൾ മോക്കും ഒരു അനാലിസിസും ചെയ്യാം എല്ലാ ദിവസവും. സാറ്റർഡേസും സൺഡേസും ചെയ്യണം. കാരണം ഒരു വീക്കിൽ നിങ്ങൾ 2 ഫുൾ മോക്കെങ്കിലും നിങ്ങൾ എടുക്കണം. ആ 2 ഫുൾ മോക്ക് നിങ്ങൾ സാറ്റർഡേസും സൺഡേസിലും ചെയ്യാം. 3 മണിക്കൂർ അതിന് പോകും. പിന്നെ കറണ്ട് അഫെയർസ് നിങ്ങൾ 2 അവേഴ്സ് വെച്ചിട്ട് സാറ്റർഡേസ് ആൻഡ് സൺഡേസ് ആ ഒരു മന്ത്ലി നിങ്ങൾക്ക് വീക്കിലി പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫെയർസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബാക്കി വരുന്ന സമയം നിങ്ങൾ കമ്പ്യൂട്ടർ അവെയർനെസ്സും GK നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിപ്പായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പുറമെ നമ്മൾ റിവിഷനായിട്ടുള്ള QAൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ സാറ്റർഡേസ് സൺഡേ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് കയറിയ ആൾക്കാരാണ്. അപ്പോൾ 6 മണിക്കൂർ കൊണ്ട് മോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏത് രീതിയിൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യും. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായൊരു ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവരായിട്ടൊരു ഷെഡ്യൂൾ അവർക്ക് ഉണ്ടാക്കി ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആപ്പ് കൂടെ തരും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു 3-4 മണിക്കൂർ അവർ എക്സ്ട്രാ എഫേർട്ട് ഇടാനുള്ള സാധനമുണ്ട്. ഇതല്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ ആപ്പ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ദിവസം നിങ്ങൾക്ക് തരുന്ന ആ ഡേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന എല്ലാ ടെസ്റ്റുകളും അന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ കൂടെ പലർക്കും നിങ്ങൾ ഓഫീസിൽ നിന്ന് എക്സ്ട്രാ ടൈം കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അത് എന്താണോ നിങ്ങൾ എക്സ്ട്രാ വേണം നിങ്ങൾക്ക് തോന്നുന്നത്, ഇംഗ്ലീഷാണ് എക്സ്ട്രാ വേണം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ GK എക്സ്ട്രാ വേണം തോന്നുകയാണെങ്കിൽ, ഓർ QA ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് എക്സ്ട്രാ ടൈം എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പാക്കാതിരിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി.